എല്ലാവർക്കും നമസ്കാരം. ആദീസ് ഹെറിറ്റേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീ പെരുന്തൃക്കോവിലപ്പൻ കൊട്ടാരത്തെ പറ്റിയാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് തരുവാണ്. സ്ക്രീനിൽ സംസാരിക്കുന്നത് ഈ ചാനലിൻ്റെ എല്ലാമായ ആദർശാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ആദർശിൻ്റെ സുഹൃത്തായ ഞാനാണ് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. നിങ്ങളെ ഈ യാത്രയിലേക്ക് ഇന്ന് നയിക്കുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം. കലാപരമായും ചരിത്രപരമായും സാമൂഹികപരമായും എന്നതുപോലെ തന്നെ പുരാതന ഇതിഹാസങ്ങളിൽ പോലും ഇടം പിടിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ അഴീക്കോടുള്ള ഏറ്റവും വലിയ പ്രശസ്തമായ അതും പുരാതനമായ ഒരിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശ്രീ പെരുന്തൃക്കോവിലപ്പൻ കൊട്ടാരം. അഴീക്കോട് എന്ന ഗ്രാമത്തിലുള്ള കൊട്ടാരത്തുംപാറയിലാണ് ശ്രീ പെരുന്തൃക്കോവിലപ്പൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പാറപ്പുറത്തിരിക്കുന്ന കൊട്ടാരം എന്ന ആ ഒരു പേരിൽ നിന്നുമാണ് ഈ സ്ഥലത്തിന് കൊട്ടാരത്തുംപാറ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ആദീസ് ഹെറിറ്റേജ് ഇന്ന് നിങ്ങളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊട്ടാരമാണ് ശ്രീ പെരുന്തൃക്കോവിലപ്പൻ കൊട്ടാരം. 1000 വർഷങ്ങളോളം പഴക്കമുള്ള കൊട്ടാരമാണിതെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ മുഖ്യ ആരാധനാമൂർത്തിയായിട്ട് ഇവിടെ ഉപാസിക്കപ്പെടുന്നത് ശ്രീ മഹാദേവനെ തന്നെയാണ്. 1000 വർഷങ്ങളോളം പഴക്കമുള്ള കൊട്ടാരം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ പണ്ട് താമസിച്ചിരുന്നത് ഇവിടുത്തെ പടനായകന്മാരും അതുപോലെ പൂജ ചെയ്യുന്ന നമ്പൂതിരി വിഭാഗക്കാരുമാണെന്നാണ് ഇവിടുന്ന് കിട്ടിയ അറിവ്. കൊട്ടാരം എന്ന് പറയുന്നതിലുപരി പഴയൊരു തറവാട് വീടെന്ന രീതിയിൽ കുമ്മായവും ചെങ്കല്ലും വെച്ചിട്ടാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഐതിഹ്യം പറയുകയാണെങ്കിൽ അത് ഇപ്പോഴും കൃത്യമായിട്ട് ആർക്കും അതേപ്പറ്റി അത്ര വ്യക്തതയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലുള്ള മൂർത്തി ഇവിടെ നിന്നുമാണ് പോയതെന്നും ഇവിടുന്ന് കിട്ടിയ മറ്റൊരറിവ് കൂടിയാണ്. 2017 നടന്ന സ്വർണ്ണപ്രശ്നം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ മുഖ്യ ദേവതയായിട്ടിരിക്കുന്നത് സദാശിവനായിട്ടുള്ള ശ്രീ മഹാദേവനും അതുപോലെ അന്നപൂർണേശ്വരി ദേവിയുമാണ്. കൂടാതെ ഉപദേവതകളായിട്ട് ഇവിടെ ഇരിക്കുന്നത് യക്ഷിണി ദേവിയും നാഗദേവതകളുടെയും സാന്നിധ്യവും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ചും ഇവിടെയുള്ള ഒരു വിശേഷപ്പെട്ട ദിവസമെന്ന് പറയുന്നത് ശിവരാത്രി ദിവസമാണ്. അതുപോലെ നാഗപ്രതിഷ്ഠാ ദിനവും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കൊട്ടാരത്തിലുള്ള തീർത്ഥക്കിണറാണ്. 2017 സ്വർണ്ണപ്രശ്നം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കിണറിനെ പറ്റി മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ഔഷധമൂലികളും അതുപോലെ തന്നെ ഗംഗാദേവിയുടെ സാന്നിധ്യവുമുള്ള ഒരു കിണറായിട്ടാണ് ഈ കിണറിനെ പറയുന്നത്. ഒപ്പം ഈ ഒരു ഭൂമിയെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് ഇതൊരു കാടായിരുന്നുവെന്നും അതായത് വിവിധ തരത്തിലുള്ള ഔഷധ വൃക്ഷങ്ങളാലും അതുപോലെ ഒരുപാട് താപസ ശ്രേഷ്ഠന്മാർ തപസ്സിരുന്നതും മൂർത്തിയെ ഉപാസിച്ചതുമായിട്ടുള്ള ഒരു കാടായിരുന്നതായിട്ടുമാണ് ഇത് പറയുന്നത്. ആ കാടിൽ ആദികാലം മുതലേ ഉള്ള ഒരു ജലസ്രോതസ്സായിട്ടും ഈ ഒരു കിണറിനെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളും പലതരം യോഗിവര്യന്മാരുടെയും മഹാസിദ്ധന്മാരുടെയും അനുഗ്രഹങ്ങളും യോഗശക്തികളും നിറഞ്ഞിട്ടുള്ളൊരു കിണറായിട്ടാണ് ഈ കിണറിനെ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഐതിഹ്യം വെച്ച് നോക്കുമ്പോൾ അതിപ്പോഴും അവ്യക്തമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ യഥാർത്ഥ ഐതിഹ്യം എന്താണെന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൊട്ടാരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും മറ്റുള്ള കാഴ്ചകളിലേക്കും പോകാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ആരാധനായിടത്ത് കാണുന്ന മൂർത്തി സാക്ഷാൽ മഹാദേവനാണ്. അതുപോലെ ആദിപരാശക്തിയായ അന്നപൂർണേശ്വരിയുടെയും സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അന്നപൂർണേശ്വരി ദേവി ചെറുകുന്നിലുള്ള അന്നപൂർണേശ്വരിയുമായിട്ട് ബന്ധമുള്ളതാണെന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അതിനുമപ്പുറം സർവമംഗളകാരിണിയും ആശ്രിതർക്ക് അഭയം നൽകുന്നതുമായിട്ടുള്ള ഒരു ദേവീ ശക്തി തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ പ്രദക്ഷിണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് ഇവിടെയുള്ള
കൊട്ടാരത്തിലുള്ള മറ്റുള്ള കാഴ്ചകൾ കൂടി ചുറ്റി നടന്ന് കാണാവുന്നതാണ്. ഇവിടെ ഈ ചുറ്റിലും നിങ്ങൾക്ക് ഈ ഒരു ശിവലിംഗാകൃതിയിൽ കാണാൻ സാധിക്കുന്ന ഈ ഒരു കല്ല് എന്ന് പറയുന്നത് ഇവിടുത്തെ ബലിക്കല്ലായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുമ്പിൽ തന്നെ ഒരു ബലിക്കല്ല് കാണാൻ പറ്റും. പക്ഷേ അത് തുളസിത്തറയായിട്ടാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അതിനൊരു ബലിക്കല്ലിൻ്റെ രൂപസാദൃശ്യം ഉണ്ട് എങ്കിലും ശാസ്ത്രപരമായിട്ട് ഒരു ബലിക്കല്ല് എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു രീതിയിലല്ല ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഇവിടെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ നാഗസ്ഥാനത്താണ്. തൃക്കോവിലപ്പം കൊട്ടാരത്തിലെ നാഗസ്ഥാനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ നാഗസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ തന്നെ നമുക്കിവിടെ നാഗദേവതയെയും അതായത് നാഗരാജാവിനെയും ചിത്രകൂടക്കല്ലിനെയും അതേപോലെ തന്നെ നാഗരാജ്ഞിയായിട്ടുള്ള മനസാദേവിയെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അഭീഷ്ടവരദായകരും ക്ഷിപ്രപ്രസാദികളുമാണ് നാഗദേവതകൾ. മാത്രമല്ല നാഗദേവതകളില്ലാതെ ഒരു ക്ഷേത്രത്തെ നമുക്കങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്നതല്ല. ആദ്യകാലം മുതലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളും നാഗസ്ഥാനങ്ങളും അതുപോലെ തറവാടുകളിലുമൊക്കെയും നമുക്ക് നാഗദേവതാ പ്രതിഷ്ഠയും നാഗസ്ഥാനവും കാണാം. കുണ്ടലിനി ശക്തിയുടെ ഒരു ഭാഗമാണ് നാഗദേവതകൾ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിവരാത്രിക്ക് ഇവിടെ കലാപരിപാടികൾ നടക്കുന്ന വേദിയാണ്. ഇത് പിൽക്കാലത്ത് ഇതൊരു തിടപ്പള്ളി പോലെയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പടനായകന്മാർ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാനും മറ്റുള്ള തിടപ്പള്ളി ആ ഒരു ആവശ്യങ്ങൾക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു തിടപ്പള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ശിവരാത്രിക്ക് പ്രോഗ്രാം നടക്കുന്ന ഒരു സ്റ്റേജാക്കി മാറ്റിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേജാക്കി മാറ്റിയിട്ടാണ് ഉള്ളത്. മഹാദേവന് നൃത്തദേവനായ മഹാദേവന് വേണ്ടി. ഇപ്പോൾ തൃക്കോവിലപ്പം കൊട്ടാരത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ദീപാരാധനയാണ്. ഇവിടുത്തെ ദീപാരാധന അത്യധികം വിശേഷപ്പെട്ടതും അത്യധികം ഭക്തി നിർഭരമായതുമാണ്. കൊട്ടാരത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണൂർ മാർഗത്തിലൂടെയാണ് വരുന്നത് എങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും അഴീക്കൽ ഫെറിയിലേക്കുള്ള ബസ് കയറി വൻകുളത്ത് വയലിലേക്ക് ഇറങ്ങാം. ഇവിടെ നിന്നും നിങ്ങൾക്ക് കൊട്ടാരത്തുംപാറയിലേക്ക് പോകാൻ അത് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കവിടെ എത്താവുന്നതാണ്. ഇനി ബസ് മാർഗ്ഗമല്ല എങ്കിൽ പൂതപ്പാറ വഴി വായ്പറമ്പിലൂടെ നിങ്ങൾക്ക് കൊട്ടാരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. നമസ്തേ. നിങ്ങളെ ഈ ഒരു മനോഹരമായിട്ടുള്ള അതും ഭക്തി നിർഭരമായിട്ടുള്ള ഈ ഒരു യാത്രയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയുള്ള യാത്രകളിലും നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണകളും പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു മനോഹരമായിട്ടുള്ള യാത്രയിലൂടെ നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.